പത്തരമാറ്റ് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണുന്നത് അനിയും നന്ദുവും തമ്മിലുള്ള ഒരു സംസാരമാണ്. നന്ദു വല്ലാത്തൊരു ടെൻഷനിൽ ഫോണിൽ അനിയോട് ചോദിക്കുകയാണ്, അയ്യോ എന്നെ ബീച്ചിനടുത്ത് വെച്ചാണ് കണ്ടതെന്ന് പറഞ്ഞു കാണുമല്ലോടാ. അപ്പോൾ അനി പറയുന്നു, അതെ പറഞ്ഞു. അയ്യോ അപ്പൊ പിടിച്ചല്ലോടാ. ആ അതെ പിടിച്ചു. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം കണ്ടില്ല എന്ന് തന്നെ പറയാവൂ. ആ കൊള്ളാം, തലയ്ക്കകത്ത് മൂളയുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുവോടാ. അപ്പോൾ നന്ദു പറയുകയാണ്, നവീനേട്ടൻ കണ്ടതാണ് ആകെ പാരയായത്. അത് കേട്ടപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? അല്ല അവന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവൾ ആരാണ് എന്ന് വല്ലതും പറഞ്ഞോ? ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ അതേക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല. ആ അവനിടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ വരാറുണ്ട്, പക്ഷേ ആ സമയത്ത് ഒറ്റയ്ക്ക് വന്നത് അവൻ എന്തൊക്കെയോ നിരാശയുള്ളത് കൊണ്ടാ. അതിന് നന്ദു, പ്രേമിക്കുന്ന മനസ്സുകളുടെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി നമ്മൾ അത് അനുഭവിച്ചതാണല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നവീനേട്ടൻ്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ആ ഓക്കെ, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ നിന്നെ നയനിടത്തി വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് നീ മാറരുത്. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴേ നീ ഫോൺ അങ്ങ് വെക്ക്. നിന്നെ സംശയമുള്ളത് കൊണ്ട് ഏട്ടനും ഏട്ടത്തിയും ആ ഡോറിൻ്റെ പിൻപിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ടാവും. നന്ദുവിൻ്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് അനി പറയുകയാണ്, ആ പറഞ്ഞ പോലെ ശരിയാ, അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അനി പോയി മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഏട്ടനും ഏട്ടത്തിയും പുറത്ത് തന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോ ആശ്വാസമായി എന്ന് പറഞ്ഞ് തിരികെ കിടക്കയിലേക്ക് താൻ വന്നിരിക്കുകയാണ്. അടുത്തതായി കാണുന്നത് അബിയുമായിട്ടുള്ള ഒരാളുടെ ഫോൺ സംഭാഷണമാണ്. അബി അയാളോട് പറയുന്നുണ്ട്, മറ്റന്നാളാണ് അവൻ പുറപ്പെടുന്നത്. ആ അത് നീ എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ഫ്ലൈറ്റിൽ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ ഓരോ ചലനങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നിന്റെ ജയിൽവാസത്തിന് പകരം അവൻ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ജയിലുകളിലൊന്നും അല്ല കിടക്കാൻ പോകുന്നത്. ഇവിടെ ദുബായിൽ കിടന്ന് അവൻ അഴിയെണ്ണും. ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടി വന്നവനെ ഇവിടുന്ന് മടക്കി കൊണ്ടുപോകാൻ മൂർത്തി കുറേ കഷ്ടപ്പെടും. അതെ, ബിസിനസ് ആവശ്യത്തിനു വേണ്ടി ദുബായിലേക്ക് പുറപ്പെടുവാൻ പോകുന്ന ആദർശിനെ കൊടുക്കുവാൻ വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ മറുതലയ്ക്കൽ അബി മെനയുവാൻ തുടങ്ങിയിരിക്കുകയാണ്. തുടർന്ന് അബി നവ്യയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, അവനെ മറ്റന്നാൾ പോവുകയാണ് ദുബായിലേക്ക്. ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. കൂടാതെ ഒരു ഷോറൂം കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് കൂടി പോവുകയാണ് താരമായിട്ട്. അപ്പോൾ നവ്യ, അതിനെ ആ താരം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അയാൾക്കൊരു തിരിച്ചടി കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെന്താണെന്ന് നിനക്കറിയാലോ? ആ അറിയാം. അത് അവന് മാത്രമുള്ള തിരിച്ചടിയല്ലല്ലോ, ഈ കുടുംബത്തിന് മൊത്തമായിട്ടുള്ള തിരിച്ചടിയാണ്. അപ്പോൾ നവ്യ, നീ എനിക്കൊപ്പം നിൽക്കുമെങ്കിലേ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ കുടുംബത്തിലുള്ളവരെ വിഷമിപ്പിക്കുവാൻ വേണ്ടി നീ എന്തു ചെയ്താലും അതിനൊപ്പം നിൽക്കുവാൻ ഞാൻ ഉണ്ടാവും നവ്യേ. അത്രത്തോളം എന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞു ഈ വീട്ടിലുള്ളവർ. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നവ്യ, ഞാൻ രണ്ടും കൽപ്പിച്ചാടാ. എൻ്റെ ഭർത്താവിനേക്കാൾ ഒട്ടും യോഗ്യതയില്ലാത്തവനാണ് മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറിയുടെ MD. അവനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരനിയനാണ് ബാക്കി അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആദർശ് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവൻ്റെ സ്ഥാനമാനങ്ങൾ നിനക്ക് തന്നില്ല എന്ന് മാത്രമല്ല, നിന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുക കൂടി ചെയ്യുകയാണ് ഉണ്ടായത്. അതൊന്നും നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. അത് കേട്ടിട്ട് അബി പറയുകയാണ്, അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ട്. ഇതിനു മുൻപേ നന്ദുവിനെ അനി വിവാഹം കഴിക്കുകയാണെങ്കിൽ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് അവൻ്റെ അമ്മയാണെങ്കിൽ ഇനി ഞാനായിരിക്കും അത് ചെയ്യുന്നത്. അവൾ ഈ പടി കടന്നു വരുവാൻ ഈ നവ്യ സമ്മതിക്കില്ല. അത് കേട്ടിട്ട് അബി പറയുകയാണ്, കടന്നു വരരുതൊരിക്കലും. അങ്ങനെ കടന്നു വന്നാൽ ആദർശനും നയനയ്ക്കും അനിക്കും ഈ വീട്ടിലുള്ള ബലം കൂടും. നമ്മളെ കുറച്ചുകൂടി ഒറ്റപ്പെടുകയും ചെയ്യും. ഇനി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത് എൻ്റെ പെങ്ങളാണ്. അവൾ മടങ്ങിയെത്തുന്നത് നമുക്കാണ് കൂടുതൽ ഗുണം ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും നവ്യ, ഞാനിനി ചെയ്യാൻ പോകുന്നതേ ഈ വീട്ടുകാരെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെയും കുറേ വേദനിപ്പിക്കും. എൻ്റെ അച്ഛനും അമ്മയ്ക്കുമേ ഒരു തിരിച്ചടി ആവശ്യമാണ്. നന്ദുവിനെയും അനിയുമൊക്കെ ഏറെ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ്. അതുമാത്രവുമല്ല, ഈ വീട്ടിൽ നീ ഒരു കൊച്ചുമോനാണെന്ന് ഇതുവരെയും ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം. അവരിപ്പോഴും മരുമോനായിട്ട് അംഗീകരിക്കുന്നത് ആദർശിനെയാണ്. ഒരിക്കലും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതിലും എനിക്ക് അവരോട് അമർഷമുണ്ട്. അത് കേട്ടിട്ട് അബി നവ്യോട് പറയുകയാണ്, ഈ വീട്ടിൽ ഒരു കുറുക്കൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് അത് ഞാനാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നയമുള്ളൊരു കുറുക്കനാണ് ആദർശ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഒരേ സമയം 2 കുടുംബങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അനഘയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് അവളെ കാണുവാൻ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ അവൻ അവിടേക്ക് പോകുന്നുണ്ട്.
ഇനി അവിടെ ചെന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിയോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അനഘ മരിക്കേണ്ടത് ആദർശിന്റെ ആവശ്യമാണ് നവ്യെ. ഇത് കേട്ടിട്ട് നവ്യ പറയുകയാണ്, ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിനു മുമ്പ് ആദർശവും പറഞ്ഞുകൊണ്ട് നടന്നവളായിരുന്നു നയന. പക്ഷെ ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ ഭർത്താവിന്റെ കുറ്റം അവളും പുറത്തില്ലേ. പിന്നെ ആരോട് എന്തു പറയാനാ നമ്മൾ? നവ്യയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് തിരിഞ്ഞു നിന്ന് അഭി തന്റെ മനസ്സിൽ പറയുകയാണ്, ഇവൾ തന്നെയാണ് എൻ്റെ തുറുപ്പ് ചീട്ട്. ഈ തുറുപ്പ് ചീട്ടിനെ ഇറക്കി ഈ വീട്ടിലുള്ള ഓരോ ആൾക്കാരെയും ശ്വാസം മുട്ടിക്കും ഞാൻ. തുടർന്ന് കാണുന്നത് ഓഫീസിലായിരിക്കുന്ന ആദർശിനെയും നയനയുമാണ്. ഒരു ഫയലുമായി ആദർശിന്റെ അരികിലേക്ക് നയന എത്തുകയാണ്. അത് കണ്ടുകൊണ്ട് ആദർശ് നയനയോട് പറയുകയാണ്, നീ ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ എന്തിനാണ് അപ്പുറത്ത് പോയിരിക്കുന്നത്? അപ്പോൾ നയന, അവിടെ ഇരുന്നാലേ എനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുകയുള്ളൂ. ദേ ഇത് കൊള്ളാവും നോക്കിയേ. ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ ആദർശിന്റെ നേരെ നീട്ടുകയാണ്. ഒരു പുതിയ ഡിസൈനാണ്. ആദർശ് അതിലേക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ, തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഒരു പുതിയ ജ്വല്ലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം അവർ തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങാനും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. AM ജ്വല്ലറി എന്നാണ് അതിൻ്റെ പേര്. ഇത് കേൾക്കുമ്പോൾ നയന പറയുക, പത്രത്തിലൊക്കെ അതിൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. വലിയ പരസ്യമാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പേജ് ഇന്നത്തെ ദിവസം അവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദർശ്, അങ്ങനെ പരസ്യം ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള ആസ്തി ഉണ്ടാവും. ഗൾഫിലൊക്കെ ബ്രാഞ്ചസ് ഉള്ള സ്ഥാപനമാണ്. ഗൾഫിൽ മാത്രമല്ല, മിക്ക ഫോറിൻ കൺട്രീസിലും അവർക്ക് ജ്വല്ലറികളുണ്ട്. അവരുടെ പരസ്യമൊക്കെ ചാനലിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് തുറന്ന് ആ പരസ്യങ്ങൾ താൻ നോക്കുകയാണ്. പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീയുടെ മുഖം കണ്ട് നയന ഞെട്ടുന്നു. ഒപ്പം ആദർശും. അത് നവ്യയുടെ മുഖമായിരുന്നു. പെട്ടെന്ന് നയന ചോദിക്കുകയാണ്, അല്ല ആദർശേട്ടാ, അത് നവ്യേച്ചിയല്ലേ? അതെ. തുടർന്ന് ആദർശ് കോപത്തോടെ ചോദിക്കുകയാണ്, നവ്യ എപ്പോഴാണ് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത്? അയ്യോ, അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. പണ്ട് അഭിനയിക്കാൻ പോയത് നമ്മളൊക്കെ വിലക്കിയതിനു ശേഷം അതേപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല ചേച്ചി. നമ്മുടെ എതിരാളികളുടെ ആടിലാണ് അഭിനയിക്കാൻ പോയിരിക്കുന്നത്. മാത്രവുമല്ല, അത് മാന്യമായിട്ടുമല്ല, മനഃപൂർവ്വമായി നമ്മളെ അപമാനിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവൾ. ഇത് കേട്ടുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി നയന പറയുകയാണ്, എനിക്ക് ഒന്നും അറിയില്ല ആദർശേട്ടാ. വീണ്ടും ആദർശ്, മുത്തശ്ശൻ ഇത് കണ്ടാൽ സഹിക്കില്ല. മാത്രവുമല്ല, അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവളെ പറഞ്ഞു തിരുത്താനും നമുക്ക് പറ്റില്ല. ആദർശേട്ടാ, എന്തു പറഞ്ഞാലും ചേച്ചി കേൾക്കില്ല. ഈ പരസ്യം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനിയും ഇതുപോലുള്ള ആടുകളിലേക്കുള്ള ക്ഷണവും ഉണ്ടാവും. ആദർശേട്ടാ, ചേച്ചിയോട് നമുക്ക് ആർക്കും ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റുന്നത് അബിയോട് മാത്രമാണ്. അവന് മാത്രമേ ചേച്ചിയെ നിയന്ത്രിക്കാൻ പറ്റൂ. അവൾ പ്രതികാരം ചെയ്യുകയാണ്, പക വീട്ടുകയാണ്. അവൾക്കറിയില്ല അവൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗം. എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു ആദർശേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ വെച്ചും ഇതുപോലെ തന്നെയായിരുന്നു. കുറച്ച് സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് അന്നും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ അച്ഛൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു കാരണം ഒത്തുവന്നല്ലോ. നീ പറഞ്ഞത് ശരിയാ. ഭർത്താവിന് ജോലിയില്ല, അതുകൊണ്ട് ഭാര്യ ജോലി തേടി ഇറങ്ങിയെന്ന് അവൾക്ക് പറയാമല്ലോ. അതേ പറയൂ ആദർശേട്ടാ. പുതിയൊരു ജ്വല്ലറി വരുമ്പോൾ മറ്റു ജ്വല്ലറിക്കാർക്ക് ആശങ്കയുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തുടർന്ന് കാണുന്നത് അനന്തപുരിയുടെ ദൃശ്യങ്ങളാണ്. നവ്യ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മൂർത്തി സാറും ഭാര്യയും ജാനകിയും ജലജയും ആദർശിന്റെ അമ്മയുമെല്ലാം നോക്കി നിൽക്കുകയാണ്. ജലജയുടെ മുഖത്ത് അടക്കാനാവാത്ത സന്തോഷം കാണുവാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അമ്പരപ്പോടുകൂടിയാണ് ആ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്. ഒടുവിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് മൂർത്തി സാർ പറയുന്നുണ്ട്, അതൊന്ന് ഓഫ് ചെയ്യ്. എന്നിട്ട് അദ്ദേഹം ജലജയോട് ചോദിക്കുകയാണ്, എന്താടി ഇതൊക്കെ? അപ്പോൾ ജലജ, എനിക്കറിയില്ലച്ചാ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അത് കേട്ടുകൊണ്ട് വസുന്ധരാമ പറയുന്നുണ്ട്, നീ അറിയാതെ ഇവിടെ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ദേവയാനി, നമ്മുടെ എതിരാളികൾ തുടങ്ങിയിരിക്കുന്ന ജ്വല്ലറിയാണ്, അവിടെയാണ് അവൾ പരസ്യം ചെയ്യാൻ പോയിരിക്കുന്നത്. അത് കേട്ടിട്ട് ദേവയാനിയോട് ജലജ മറുപടി പറയുകയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അത് തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അത് തിരുത്താൻ ശ്രമിച്ചാലും അവൾ അത് അംഗീകരിക്കുകയുമില്ല. പിന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി കോടികൾ നമ്മൾ പരസ്യത്തിന് വേണ്ടി മുടക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി ഒരു ബഡ്ജറ്റ് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ അഭിനയിക്കുവാൻ അവളെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ പോകുമായിരുന്നോ? അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, അവൾക്കിപ്പോൾ പരസ്യത്തിൽ അഭിനയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ജലജെ എന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ എല്ലാവരും പണത്തിനു വേണ്ടി മാത്രമല്ലല്ലോ ചെയ്യുന്നത്, അതിനപ്പുറം പ്രശസ്തിക്ക് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂർത്തി സാർ, ആ കാര്യം അവിടെ നിൽക്കട്ടെ, നീ പോയി നിന്റെ മരുമകളെ വിളിച്ചോണ്ട് വാ. ശരിയച്ചാ എന്ന് പറഞ്ഞ് ജലജ നവ്യയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അബിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ, അതിന്റെ പ്രതികാരമാണ് അവൾ ഈ ചെയ്യുന്നത്. അത് കേട്ടിട്ട് ദേവയാനിയും പറയുന്നുണ്ട്, ജലജ അറിയാതെ ഇതൊന്നും നടക്കില്ലച്ചാ. അവൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല ദേവയാനി.
അവളും അവളുടെ മോനും കൂടി ചേർന്ന് സ്ക്രൂ ചെയ്ത് നവ്യയെ പുറത്തിറക്കി വിട്ടതാ. ഇതേ സമയത്ത് നവ്യയും അബിയും കൂടി റൂമിലിരുന്നു കൊണ്ട് നവ്യയുടെ പരസ്യ ചിത്രം അവർ മൊബൈൽ ഫോണിൽ കണ്ട് ആസ്വദിച്ച് സന്തോഷിക്കുകയാണ്. അവിടേക്കപ്പോൾ ജലജ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതെ അവിടെ ബോംബ് പൊട്ടി, ദേ എല്ലാവരും ഇവരുടെ രംഗങ്ങൾ താഴെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ അബി, കാണട്ടെ, കണ്ട് ആസ്വദിക്കട്ടെ. നമ്മുടെ ഓപ്പോസിറ്റ് ജ്വല്ലറിയാണ് AM ജ്വല്ലറി. അവർക്ക് ഗൾഫിലൊക്കെ നല്ല ഹോൾഡുള്ള കൂട്ടത്തിലാണ്. ശക്തമായ കോമ്പറ്റീഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കോമ്പറ്റീഷന് മാറ്റുകൂട്ടാൻ വേണ്ടിയാണ് അനന്തപുരിയിലെ മരുമോള് പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നവ്യ പറയുകയാണ്, ഇനി ഇതൊന്നുമല്ല, ഞാനിതൊരു പ്രൊഫഷനായിട്ട് അങ്ങ് സ്വീകരിക്കാൻ പോവുകയാണ്. എൻ്റെ അനിയത്തി വലിയ ഡിസൈനർ അല്ലേ, ഞാൻ മോഡലിംഗ് അങ്ങ് സ്വീകരിക്കാൻ പോവുകയാണ്. കൈ നിറയെ പൈസ കിട്ടുന്ന ജോലിയാണ്, അത് ഞാനെന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്? അതേ മോളെ, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിന്നെ താഴേക്ക് വിളിച്ചോണ്ടി എല്ലാം പറഞ്ഞിരിക്കുകയാണ്. നീ അവിടെ ചെന്ന് തൻ്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ചു വേണം സംസാരിക്കാൻ. ഇവിടെയുള്ള ആൾക്കാർക്ക് തോന്നിവാസം കാണിക്കാമെങ്കിൽ നീ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ അതിനെ കുറ്റപ്പെടുത്താൻ എന്താ? മോഡലിംഗ് അത്ര മോശം പരിപാടിയാണോ? അത് കേട്ടിട്ട് ജലജയുടെ മുഖത്ത് നോക്കി അബി പറയുകയാണ്, എൻ്റെ അനുവാദത്തോടു കൂടിയാണ് എൻ്റെ ഭാര്യ പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആരും കൂടുതലൊന്നും സംസാരിക്കാനില്ല. അതിന് നവ്യ, അല്ല സംസാരിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിന്നെ ജോലിയിൽ നിന്ന് എടുത്തു കളയാൻ വലിയ തിടുക്കമായിരുന്നല്ലോ എല്ലാവർക്കും. അങ്ങനെയുള്ളവർക്ക് എന്നെ ഉപദേശിക്കേണ്ട കാര്യം എന്താ? ഒരിക്കൽ ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് പോയപ്പോൾ എന്നെ വിലക്കിയവരാണ് ഈ വീടിനകത്തുള്ളവർ. ഇനി ഞാൻ അതിലാരെയും അനുവദിക്കില്ല. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും. അതെൻ്റെ വ്യക്തമായ തീരുമാനമാണ്. നവ്യയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വലിയ സന്തോഷത്തോടെ ജലജ പറയുകയാണ്, ഇനി നമ്മളൊക്കെ അങ്ങനെ ബോൾഡായേ പറ്റിയുള്ളൂ മോളെ. എന്നെയാണ് ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഞാനും ഇവനും ചേർന്നാണ് നിന്നെ വഴിതെറ്റിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഞാൻ കാലു പിടിച്ചതാണ് എൻ്റെ അനിയത്തിമാരുടെ, ഈ വീട്ടിലുള്ളവരുടെ. എന്നിട്ടും ആരുടെയും മനസ്സലിഞ്ഞില്ല. തുടർന്നുവൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ജോലി കൂടി ഇല്ലാതെയാക്കി. ഒരു ബ്രാഞ്ച് ഒന്നും കൊടുക്കണ്ട, ഒരു സ്റ്റാഫ് പോലും ആക്കുന്നില്ലവനെ. അങ്ങനെയുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കാനേ എനിക്ക് മനസ്സില്ല. അപ്പോൾ അബി പറയുകയാണ്, ഭാര്യയുടെ ഔദാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇവിടെയുള്ളവരറിയട്ടെ. അതറിയുമ്പോൾ അവർ തനിയെ എനിക്ക് ജോലി വിളിച്ചു തരും. പക്ഷേ ഇനി എനിക്കത് വേണ്ട. ഞാനും ചില വ്യക്തമായ തീരുമാനങ്ങളോടുകൂടി തന്നെയാണ് ചുവടുകൾ മുൻപോട്ട് വെക്കുന്നത്. നീ വാ നവ്യേ, താഴെ എന്താണ് അവർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പറഞ്ഞുകൊണ്ട് അബി നവ്യയുമായി താഴേക്ക് പോവുകയാണ്. നവ്യയെ കണ്ട മാത്രയിൽ വസുന്ധരാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതൊക്കെ? നമ്മുടെ എതിരാളികളാകാൻ പോകുന്നവർക്ക് വേണ്ടിയാണോ നീ പരസ്യം ചെയ്തത്? എതിരാളികളാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. മോഡലിനെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം ഞാൻ കണ്ടു, അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു, ഞാൻ പോയി. അത് കേട്ടിട്ട് ജാനകി, ഇതൊക്കെ എപ്പോഴാണ് നവ്യ സംഭവിച്ചത്? ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആരും ഒന്നും അറിയാതെ പോയത്. അപ്പോൾ ദേവയാനി, എങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതെല്ലാവരോടും നിനക്കൊന്ന് പറയാമായിരുന്നല്ലോ. പറയാൻ തോന്നിയില്ല. അല്ല, ഞാൻ എന്തിനു പറയണം? എൻ്റെ ഭർത്താവിന് ജോലിയില്ല, അവനെ ഒരു എംപ്ലോയി പോലും ആക്കുന്നില്ല ഈ കമ്പനിയിൽ. ഉടനെ മൂർത്തി സാർ, അതവൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. മുത്തച്ഛനോടുള്ള സകല ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവന്റെ പ്രവർത്തികളെ മാത്രമേ ഇവിടെയുള്ള എല്ലാവരും വിമർശിക്കുന്നുള്ളൂ. ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അയാളെ നിരപരാധിയാക്കുന്നതും വെള്ളപൂശുന്നതും അതെന്തുകൊണ്ടാണ്? എൻ്റെ അമ്മായിയമ്മ ഈ വീട്ടിലെ സന്തതിയല്ല. അതിൻ്റെ എല്ലാ അവഗണനയും എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഈ വീട്ടിലുള്ള നിങ്ങൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഈ വീട്ടിലെ അംഗമല്ലാത്ത അബിയുടെ ഭാര്യയായ എനിക്കും ആ സ്ഥാനം തന്നെയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത് കേട്ടിട്ട് വസുന്ധര പറയുന്നുണ്ട്, മോൾക്ക് ഈ വീട്ടിലുള്ള ആരെയും ഇതുവരെയും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ മൂർത്തി സാർ പറയുകയാണ്, അങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അനാമിക. അവളെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന അവളുടെ അമ്മായിയമ്മയായ ഈ നിൽക്കുന്നവൾ പോലും അവസാനം അത് തെറ്റാണ് എന്ന് തിരുത്തി പറഞ്ഞു. നന്മയുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ഒടുവിൽ അതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കേണ്ടി വരും മോളെ. എനിക്കൊരു പശ്ചാത്താപവും ഇല്ല. ഞാൻ ചോദിക്കുന്നതിൻ്റെ മറുപടി മുത്തശ്ശൻ എനിക്ക് താ. ആദർശേട്ടനെയും അബിയെയും എന്തിനാണ് രണ്ട് തട്ടിൽ കാണുന്നത്? ആദർശേട്ടൻ ചെയ്ത തെറ്റൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ദൃഷ്ടിയിൽ തെറ്റല്ലാതെ ആവുന്നത്? അവിടെയാണ് ഞങ്ങളൊക്കെ പുറംപോക്കുകളാണെന്ന് ഞങ്ങൾക്കൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. അത് കേട്ടിട്ട് ദേവയാനി, ആദർശിൻ്റെ കാര്യം അങ്ങ് പോട്ടെ, നിന്റെ അനിയത്തിമാരെ പോലും നീ മനസ്സിലാക്കുന്നില്ലല്ലോ നവ്യയെ. നയനയും നന്ദുവുമൊക്കെ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയുമോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഒരുത്തി കാക്കിയിട്ടപ്പോൾ മുതൽ ഒരുമാതിരി കാട്ടാളത്തിയെ പോലെയാണ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. അവളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന വേറൊരുത്തി, പേര് കേട്ട ഡിസൈനർ നയന. അവർക്കെല്ലാവർക്കും ജോലിയുണ്ട്, 5 അക്ക ശമ്പളം വാങ്ങുന്നവരാ. അപ്പോൾ പിന്നെ ഞാൻ മാത്രം എന്തിനാണ് ഈ വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെടുന്നത്? എനിക്കറിയാവുന്ന ജോലിയാണ് ഞാൻ ചെയ്തത്. അല്ല, പരസ്യം കണ്ടോ? എല്ലാവരും കണ്ടോ? നന്നായിട്ടില്ലേ? അതിന് ജാനകി, പരസ്യമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ എതിരാളികളുടെ ജ്വല്ലറിയാണ്. എതിരാളിയാണോ മുതലാളിയാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല.
എന്നെ വിളിച്ചു, നല്ല പ്രതിഫലവും തന്നു. ഞാൻ പോയി അത് ചെയ്തു. അങ്ങനെ ചെയ്തതേ തന്നിഷ്ടത്തിനൊന്നുമല്ല, എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് തന്നെയാണ്. ഇവൻ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയും ചെയ്തു. നവ്യയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് കോപപരവശനായി മൂർത്തി സാർ അബിയുടെ മുഖത്തേക്ക് അങ്ങനെ തുറച്ചു നോക്കുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പത്തനംമാറ്റ് സീരിയൽ ത്രില്ലടിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീരിയലിന്റെ കൃത്യമായിട്ടുള്ള റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാ ദിവസവും പത്തനംമാറ്റ് സീരിയലിന്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.